10 ദിവസം കൊണ്ട് +1 അക്കൗണ്ടൻസിയിലെ ഏകദേശം ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തിയറി ക്വസ്റ്റ്യൻസും പരിചയപ്പെടുന്ന നമ്മുടെ സീരീസ് ക്ലാസ്സുകളുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 രണ്ട് ചാപ്റ്ററും ഒന്നിച്ചാണ്. ഇങ്ങനെ രണ്ട് ചാപ്റ്ററും ഒന്നിച്ചെടുക്കാനുള്ളൊരു കാരണം ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്നായിട്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള സാധ്യത. അതേസമയം കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകളിൽ നിന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. മോഡൽ എക്സാമിനേഷനിൽ ചോദിച്ചിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിനേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടാതെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയകളിൽ നിന്ന് വരാം എന്നാണ് നമ്മൾ ചില മോഡൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, ആദ്യത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്, സ്റ്റേറ്റ് ദ റീസൺ. താഴെ തന്നിട്ടുള്ള ചില അക്കൗണ്ട് ഹെഡുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ്? കാരണം എഴുതണം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. റെൻറ്റ്, സാലറി, വേജസ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. റെൻറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ജനറൽ എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടുത്തെ ആൻസർ വേജസ് ആണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതേഴ്സ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിനെ തന്നെ മറ്റൊരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് എഴുതാം. വേജസ് അപ്പിയേഴ്സ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്, അതേഴ്സ് ആർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേജസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. മറ്റുള്ള എല്ലാ എക്സ്പെൻസുകളും റെൻറ്റ്, സാലറി, ജനറൽ എക്സ്പെൻസ് ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള കാരണം ഇതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് അറിയേണ്ടത് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസുമായിട്ടോ പ്രൊഡക്ഷനുമായിട്ടോ ബന്ധമുള്ള എക്സ്പെൻസുകളാണ്. ഇപ്പോൾ നമ്മൾ സ്ഥാപനത്തിലേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഗുഡ്സ് വാങ്ങിയത് മുംബൈയിൽ നിന്ന് വാങ്ങിച്ച് അതിവിടെ എത്തിക്കാനുള്ള ചിലവാണ് കാരേജ് ഇൻവേർട്സ്. ആ വാങ്ങിയ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ചിലവ്. അതുപോലെ വേജസ് എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്ന് നമ്മുടെ ഗോഡൗണിലേക്ക് മാറ്റാനുള്ള ചിലവ്. അതെല്ലാം നമുക്ക് പർച്ചേസിനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റിയുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റിയുമായി ഡയറക്റ്റ് കണക്ഷനുള്ള എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ. അതിന് എക്സാമ്പിളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേജസ്, കാരേജ് ഇൻവേർട്സ്, പവർ ആൻഡ് ഫ്യൂവൽ, വാട്ടർ ആൻഡ് ഹീറ്റിംഗ് എറ്റ്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് ഏറ്റവും വരാൻ സാധ്യതയുള്ള 2 ഡയറക്റ്റ് എക്സ്പെൻസുകൾ വേജസും കാരേജ് ഇൻവേർട്സ് അല്ലെങ്കിൽ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കാരേജ് ഇൻവേർട്സ് ആണ്. ഈ 3 പേരിലായിരിക്കും സാധാരണ നമ്മുടെ ഈ വർഷത്തെ എക്സാമിനേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത എന്ന് ഓർക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്തതും അതേസമയം ബിസിനസ്സിൻ്റെ നോർമൽ റണ്ണിങ്ങിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള എക്സ്പെൻസുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. ജനറൽ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ് എറ്റ്സെട്ര അതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല. ഗ്രോസ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ ഇവിടെ ഇതുമായി കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട തിയറി ഏരിയ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ കൂടി പഠിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുകൂടി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കുക. ബാലൻസ് ഷീറ്റ് ഈസ് ഡാഷ്. ബാലൻസ് ഷീറ്റ് എന്താണ്? ട്രയൽ ബാലൻസ് ആണോ, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ? ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റിവീൽ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്.
ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ട്രയൽ ബാലൻസ് അല്ല, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഇസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഡാഷ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ്, നൺ. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്ഥാപനം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ പീരീഡിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടാക്കിയത്, അഥവാ എത്രമാത്രം എക്സ്പെൻസുകളുണ്ട്, എത്രമാത്രം ഇൻകംസ് ഉണ്ട്, അതിൻ്റെ നെറ്റ് എഫക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ റണ്ണിങ് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ്. അതിന് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയാറുണ്ട്. ദെൻ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? അസറ്റാണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേജസ്, ക്യാരേജ് ഇൻവേർഡ്, സാലറി, റെൻറ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എറ്റ്സെട്ര. ഇതൊക്കെ എക്സ്പെൻസുകളാണ്. പക്ഷേ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മീനിങ് നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിക്കണം. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്ത് തീർത്തിട്ടില്ല. സാലറി കൊടുക്കേണ്ട ഈ മാസം നമ്മൾ കൊടുക്കാതെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? ഇറ്റ് ഈസ് എ ലാബിലിറ്റി. സാലറി കൊടുക്കാനുള്ളത് ബിസിനസ്സിനൊരു ലാബിലിറ്റിയാണ്. അതുകൊണ്ട് എല്ലാ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങുകളും ലാബിലിറ്റിയാണ്. ഇവിടുത്തെ ആൻസർ ലാബിലിറ്റി എന്ന് എഴുതാം. നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തത്. അടുത്ത വർഷത്തെ റെൻറ്റ്, ബിൽഡിംഗ് റെൻറ്റ് നമ്മൾ ഈ വർഷം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അസറ്റാണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? ഇറ്റ് ഈസ് ആൻ അസറ്റ് ടു ബിസിനസ്. അടുത്ത വർഷം കൊടുക്കേണ്ട റെൻറ്റ് ഈ വർഷം തന്നെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതൊരു അസറ്റാണ്. അടുത്ത വർഷത്തെ ആ ഡേറ്റ്, ആ റെൻറ്റ് കൊടുക്കേണ്ട ഡേറ്റ് വരെ നമ്മുടെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ. ദെൻ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഡാഷ്. അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇത് അസറ്റാണ്. നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അസറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാലും അസറ്റാണ്. രണ്ടും ഒന്നാണ്. നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റാണെന്ന് പറഞ്ഞു, മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസ്. ആ ഒരു വാക്കിനെ ഒന്ന് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് അസറ്റ്. എക്സ്പെൻസ് മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസുകൾ അസറ്റാണ്. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് മുൻകൂട്ടി കിട്ടിയ ഇൻകം, അടുത്ത വർഷം നമുക്ക് കിട്ടാനുള്ള ഒരു കമ്മീഷൻ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ കിട്ടിയാൽ നമ്മുടെ ബിസിനസ്സിന് അതൊരു ലാബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എങ്ങനെയാണ് ലാബിലിറ്റി ആവുന്നത്? അടുത്ത വർഷം കിട്ടാനുള്ള എമൗണ്ടാണ്. അടുത്ത വർഷം ഏപ്രിൽ 1 നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ അന്നാണ് നമുക്ക് ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് തരാനുള്ള ആ ടീം ഈ വർഷം തന്നെ തന്നു കഴിഞ്ഞാൽ അത് അടുത്ത ആ ഡേറ്റ് വരെ, ഏപ്രിൽ 1 വരെ ഇതൊരു ലാബിലിറ്റി ആയിട്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സാലറി, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇലക്ട്രിസിറ്റി ചാർജസ്, ക്യാരേജ് ഔട്ട്വേർഡ് എറ്റ്സെട്ര. ഇവിടെ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ക്ലാസിഫിക്കേഷനാണ് ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2 ഐറ്റമാണ്. ഒന്ന് വേജസും ക്യാരേജ് ഇൻവേർഡ്. ഈ ക്യാരേജ് ഇൻവേർഡ് വേറൊരു പേരിൽ വരാം, ഫ്രൈറ്റ് എന്ന പേരിൽ വരാം. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് ഡയറക്റ്റ് എക്സ്പെൻസായി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം സാലറി, റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇലക്ട്രിസിറ്റി ചാർജസ്, ക്യാരേജ് ഔട്ട്വേർഡ് ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഡയറക്റ്റ് ട്രേഡിങ്ങുമായി ബന്ധമുള്ള എക്സ്പെൻസുകൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്.
നമ്മളെ ഈ വർഷത്തെ +1 അക്കൗണ്ടൻസി എക്സാമുമായി ബന്ധപ്പെട്ട് നോർമലി വേജസും ക്യാരേജ് ഇൻവേർഡ്സ് ഓർ ഫ്രൈറ്റ് ഈ 2 തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ 8 മാർക്കിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യനിൽ. അതേസമയം ഇൻഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ബാക്കി എല്ലാ എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറി, റെൻറ്റ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇലക്ട്രിസിറ്റി ചാർജസ്, കമ്മീഷൻ പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ക്യാരേജ് ഔട്ട്വേർഡ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ദെൻ ഈ ചാപ്റ്ററിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻസ് നോക്കുക. സ്റ്റേറ്റ് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പഠിച്ചു വെച്ച ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ മീനിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡിംഗ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ എറ്റ്സെട്ര. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മീനിങ് എന്താണ്? ഇത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ലൈയിങ് അൺസോൾഡ് ഇൻ ദ ബിസിനസ്. വിൽക്കാതെ ബാക്കിയായി ബിസിനസ്സിലിരിക്കുന്ന ഗുഡ്സാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതെന്താ നമ്മൾ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, 2 ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസ് കൊടുത്തു തീർക്കേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ആ എക്സ്പെൻസിനായിട്ട് ആഡ് ചെയ്യും, അതോടൊപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കും. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിലോ മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസ്, ബിസിനസ്സിന് അത് അസറ്റാണ്. അസറ്റ് ആകുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അതേസമയം നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ, ഇപ്പോൾ സാലറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രീപെയ്ഡ് സാലറി എന്ത് ചെയ്യും? ആ സാലറി എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യും. അതേസമയം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഇൻകം ആണെന്ന് സങ്കല്പിക്കുക. നമ്മളെന്താ ചെയ്യുന്നത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യും? ആ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും. അതേസമയം ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കും. ദെൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, തേയ്മാന ചെലവുകളാണ്. ഡിപ്രീസിയേഷൻ ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് എന്നറിയണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എക്സ്പെൻസ് ആയി കാണിക്കും. അതേസമയം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എമൗണ്ട് കോളത്തിൽ കാണിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്സും മറ്റു ടെക്സ്റ്റ് ബുക്കൊക്കെ ഉപയോഗിച്ച് നന്നായി പഠിക്കുക. പിന്നെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെയും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെയും ഡിപ്രീസിയേഷൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് പഠിച്ചിരിക്കേണ്ടത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.